എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Five of Pentacles, World card, Sun card, Star energy, Nine of Pentacles, Cavalier of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഒരു മാസം തുടങ്ങുമ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ഓൾറെഡി സാമ്പത്തികമായിട്ട് പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മാസത്തിലെ കുറച്ച് തുടക്ക സമയത്ത് കുറച്ചും ഫിനാൻഷ്യൽ ആയിട്ടുള്ള, അതായത് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും കാണിക്കുന്നുണ്ട്. അതേപോലെ ശമ്പളം കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ പെട്ടെന്നത് തീർന്നു പോകുന്ന പല കാര്യങ്ങൾക്കായിട്ട് ശമ്പളം ചിലവാകി പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മാനസിക സ്വാസ്ഥ്യം നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. കാരണം കയ്യിൽ പൈസ ഇല്ലാത്തതിന്, പലപ്പോഴും നമുക്കറിയാം കയ്യിൽ പൈസ ഇല്ലാത്തതിൽ ആയിരിക്കും ഒത്തിരി ടെൻഷൻസ് പലരും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ മറ്റാരെങ്കിലും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതുവഴിയൊക്കെ അതിലൂടെ ഒന്നും സഞ്ചരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പൈസ കടം കൊടുക്കാനായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, കടം കൊടുക്കാൻ പറ്റിയ ഒരു മാസമേ അല്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ കടം കൊടുക്കാനുള്ള പൈസ ഉള്ളതായിട്ടും കാണിക്കുന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ കടം കൊടുക്കാതിരിക്കുക. ഇപ്പം ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും പല ആളുകളും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ചല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു സ്വഭാവ രീതിയായിരിക്കും. എന്ത് തന്നെ ആയാലും അമിതമായിട്ടുള്ള ഒരു, അതായത് സ്വന്തം കാര്യം നോക്കാതെയുള്ള ആത്മാർത്ഥതയോ സ്വന്തം കാര്യം നോക്കാതെയുള്ള ഒരു സഹാനുഭൂതിയും സ്നേഹവും ഒക്കെ അവിടെ നിർത്തുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളെ മുതലെടുക്കുന്നതുമായിരിക്കും. കാരണം അവർക്കറിയാം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി. പക്ഷേ എന്നിരുന്നാലും നിങ്ങളോട് ചോദിച്ചാൽ എന്തായാലും കിട്ടാതിരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചം വരാൻ പോകുന്നുണ്ട്. പക്ഷെ പലപ്പോഴായിട്ട് നിങ്ങൾ അമിതമായിട്ടുള്ള ഒരു ദയയും സഹാനുഭൂതിയും അത് അർഹിക്കാത്തവർക്ക് കൊടുക്കുമ്പോൾ ആണ് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നത്. കിട്ടാക്കടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെയധികം നന്നായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും ജീവിതം ആസ്വദിച്ച് തന്നെ ജീവിക്കുക. കാരണം ജീവിതത്തിൽ പലപ്പോഴും പലരും ഭാവിയെ കുറിച്ചിട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. അവസരം എന്ന് പറയുമ്പോൾ വിദേശത്ത് പോകാനുള്ള അവസരം കാണിക്കുന്നുണ്ട്. ഇനി വിദേശത്തേക്ക് പോയിട്ട് അവിടെ പോയി ജോലി ചെയ്യാനോ പഠിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള അവസരമാവാം. അല്ലാതെ തന്നെ ഇപ്പോൾ റിട്ടയർ ആയിരിക്കുന്നവരെ സംബന്ധിച്ച് വിദേശത്ത് യാത്രകൾ പോകാൻ, വിനോദയാത്രയ്ക്ക് പോകാനുള്ള അവസരമുണ്ട്. മക്കളൊക്കെ വിദേശത്തുള്ളവർക്ക് വിദേശത്ത് പോയിട്ട് നിന്ന് അവിടെ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഒക്കെ സൂചിപ്പിക്കുന്നു. അല്ലാത്തവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ശ്രമിച്ചാൽ വിദേശത്ത് പോകാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് എങ്കിൽ. അതേപോലെ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേടാൻ പറ്റുന്നുണ്ട്. ഈ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ ഒഴിച്ചാൽ മുന്നോട്ടേക്ക് പോകുന്തോറും പോസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. ആഗ്രഹിച്ച ഒരു ജോലി അല്ലെങ്കിൽ ലഭിച്ച ജോലിയിൽ നിങ്ങൾ മുന്നേറുന്നുണ്ട്. ജോബ് വെൽ ഡൺ എന്നുള്ളൊരു അഡ്വൈസ് അല്ലെങ്കിൽ എന്നുള്ളൊരു, അതായത് ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. മുന്നോട്ടേക്ക്
വളരെയധികം പബ്ലിക് ആയിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് ആണ് ഒത്തിരി ആളുകളുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിൽക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലെവലിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്, ആഗ്രഹിച്ച പൊസിഷനിൽ. അതേപോലെ തന്നെ വളരെ കോൺഫിഡൻസ് ഉള്ള സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. പ്രസംഗം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നുകൊണ്ടിട്ട് സ്വന്തം കഴിവ് തെളിയിക്കാൻ പറ്റുന്ന പ്രസംഗ മത്സരങ്ങൾ, കോമ്പറ്റീഷൻസ്, ഡിബേറ്റ് കോമ്പറ്റീഷൻ, അതുപോലെ തർക്കശാസ്ത്രങ്ങളിലൊക്കെ വിജയ സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ സ്കോളർഷിപ്പ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സാധ്യതയുള്ള സമയമാണ്, നല്ല വിജയ സാധ്യതയുള്ള സമയം. പരീക്ഷ പോലുള്ള കാര്യങ്ങളൊക്കെ എഴുതുക, അതായത് ഏത് പ്രായത്തിലാണെങ്കിലും PSCയോ അതുപോലുള്ള ടെസ്റ്റുകൾ, എന്തെങ്കിലും ബാങ്ക് ടെസ്റ്റോ ഒക്കെ എഴുതുന്നവർക്കും IELTS, OET അതുപോലുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രയത്നവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. നമ്മളൊരു പരീക്ഷയ്ക്ക് മുന്നോട്ടേക്ക് പോയി പരീക്ഷയ്ക്ക് വിജയിച്ചിട്ടില്ല എങ്കിലും വീണ്ടും അത് എഴുതുക എന്നുള്ളത് വളരെയധികം നിങ്ങൾക്ക് ഒത്തിരി ശ്രമിച്ച് രണ്ടാമതൊരു പരീക്ഷ എഴുതുമ്പോൾ മുമ്പത്തേനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട, അതായത് മുമ്പത്തേനേക്കാൾ നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അല്ലാതെ വെറുതെ പോയി എഴുതി സമയം കളയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ള പേരിനല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കുക. കോൺഫിഡൻസ് ഉണ്ട്, വളരെയധികം ആത്മവിശ്വാസം തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലൊരു ഈഗോ വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്, അഹം എന്നുള്ളൊരു ഭാവം. അത് ഒഴിവാക്കിയാൽ നന്നായിരിക്കും. അല്ലാത്ത പക്ഷം വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും ധൈര്യത്തോടു കൂടിയിട്ടും ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, വിജയ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതേപോലെ ആരോഗ്യപരമായിട്ട് കുറച്ച് ആരോഗ്യം ക്ഷയിച്ചു എന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ ആരോഗ്യപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു, അതായത് ബാലൻസ് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പറ്റുന്നു. ആരോഗ്യം, നല്ല രീതിയിലുള്ള ആരോഗ്യ സാധ്യതകൾ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. അടുത്തതായിട്ട് സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. സൺ ആൻഡ് സ്റ്റാർ കാർഡാണ്. അപ്പോൾ വളരെയധികം പോസിറ്റീവ് എനർജീസ് ആണ് ഈ പ്രത്യേകിച്ച് ഈ ഒരു മാസം മിഡ് മന്ത് പകുതിയാവുമ്പോൾ, മധ്യത്തിലാവുമ്പോഴത്തേക്കും വളരെയധികം അവസരങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും സാഹിത്യം അതുപോലുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വളരെയധികം സാധ്യതകളുണ്ട്. അതേപോലെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ലോകത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്നൊക്കെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. യാത്രകൾ, ദൂരയാത്രകൾക്കൊക്കെ സാഹചര്യം സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ട്രാവൽ, അതായത് ആസ്ട്രൽ, അതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, അത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ആസ്ട്രൽ ട്രാവൽ എനർജീസ് അതിനെ അറിയാമെങ്കിൽ നോക്കാം. അല്ലാത്തവർ അതിനെക്കുറിച്ചിട്ട് വേവലാതിപ്പെടേണ്ട. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റുന്നു, സാമ്പത്തികമായിട്ടും അല്ലാതെയും. പേരും പ്രശസ്തിയും എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ആത്മീയതയിലേക്ക് കൂടുതലായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ ഒരു സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ അതിനൊരു സൂചനകളൊന്നും കാണില്ല, പക്ഷേ വളരെ പ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളത് ജീവിതത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു മുഹൂർത്തം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥിയാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും അതേപോലെ റിട്ടയർ ആയിട്ടുള്ളവരാണെങ്കിലും ഒരേ ആ ഒരു നിങ്ങളുടെ സാമ്പത്തികവും ഉദ്യോഗവും പഠിത്തവും വിദ്യാഭ്യാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. 9 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ് ഈ ഒരു സാഹചര്യം. 9 ഓഫ് പെന്റക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ അനാവശ്യ ആശങ്കകളുണ്ട്, അതൊക്കെ മാറ്റിവെക്കുക എന്നുള്ളതാണ് പറയേണ്ടത്. ഇവിടെ നമ്മൾ പലപ്പോഴും സാഹചര്യം മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാവും, നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി നിങ്ങൾക്ക് കിട്ടുന്നു, ഇതൊക്കെ ലഭിക്കുമ്പോഴും ഇനി ഈ ജോലി നിലനിൽക്കുമോ, ഈ സമ്പത്ത് നിലനിൽക്കുമോ എന്നുള്ളൊരു ടെൻഷനാണ്. കാരണം എന്തൊക്കെയാ ഉണ്ടെങ്കിലും ഈ ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവമായിട്ട് മാറിയിട്ടുള്ളവരുണ്ടാവും. അവര് എന്തൊക്കെ ചെയ്താലും എത്ര വലിയ സാഹചര്യമാണ് ലൈഫിൽ വന്നാലും പിന്നെയും ഈ വന്ന കാര്യം ഇനി പോവുമോ എന്നുള്ളൊരു ചിന്തയായിരിക്കും. കാരണം നമ്മൾ ഇവിടെ
ഒരു സ്വഭാവമാണ്. അപ്പോൾ അതിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക. ഒരു ജീവിതത്തിലൊരു സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ഇഷ്ട ദൈവങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ധ്യാനിക്കുക, ഇനി പള്ളികളിലോ അമ്പലങ്ങളിലോ ഒക്കെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു ശീലമാക്കുക. കാരണം നിങ്ങൾക്ക് എത്രയൊക്കെ മുന്നിട്ട് നിന്നാലും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറി എന്നുള്ളത്. അതാവില്ല. കാരണം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ പല കാര്യങ്ങളിലും തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ചിന്തകളിൽ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ലോ ഓഫ് അട്രാക്ഷനോ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പരിശ്രമിച്ച് നോക്കുക. പോസിറ്റിവിറ്റി ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ കെവിലിയർ ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ്. കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളതല്ല, ചലഞ്ചസ് ഉണ്ടാവില്ല എന്നുള്ളതല്ല, ചാലഞ്ചസിനെ നിങ്ങൾ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് എടുക്കാം. നിങ്ങൾ ഈ ഒരു മാസം പൊതുവെ പേരും പ്രശസ്തിയാണ് ഏറ്റവും കൂടുതലായിട്ട്, പോപ്പുലാരിറ്റിയാണ് നിങ്ങൾക്ക് പേരും പ്രശസ്തി ഫെയിം ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ പലരുടെയും ഭാഗത്തു നിന്ന് പല തന്ത്രങ്ങളൊക്കെ, അതായത് ചില ആളുകൾ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ചില അഭിനയങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പറയില്ലേ, പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾ, ഒരു പരിചയമില്ലാത്ത ചില ആളുകളൊക്കെ വളരെ അടുപ്പം കാണിച്ച്, അതായത് നിങ്ങൾ ഒരു പ്രശസ്തിയിലേക്ക് അടുക്കുമ്പോൾ നിങ്ങളെ പരിചയമുണ്ട് എന്ന് പറഞ്ഞ് വരാൻ ഒത്തിരി ആളുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ളൊരു സാഹചര്യം സ്ട്രേഞ്ചേഴ്സ് ഒക്കെ വന്നിട്ട് നിങ്ങളെ പരിചയം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ ആവശ്യം ടെൻഷൻ ഒഴിവാക്കുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതേപോലെ ടെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ ഭക്തിഗാനങ്ങൾ കേൾക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.